മരണത്തിൽ നിന്നും ജീവിതത്തിലേക്ക് കയറിയൊരു ഫീലാണ് താഴെ നിന്നും മുകളിൽ ആ ഒരു ഷിപ്പിലേക്ക് കയറിയപ്പോൾ എനിക്കുണ്ടായിരുന്നത്. എൻ്റെ ജീവിതത്തിൽ ഇന്ത്യൻ പതാകയുടെ വില എന്തെന്ന് ഞാൻ മനസ്സിലാക്കിയൊരു നിമിഷമായിരുന്നു അത്. ഹായ് ഓൾ, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് ഒരു OETയുടെ ക്ലാസ് എടുക്കാനല്ല, പകരം എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ്. പലരും ഈ ഒരു കാര്യം പല മാധ്യമങ്ങളിലൂടെ 8 വർഷങ്ങൾക്ക് മുമ്പ് അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. പക്ഷേ ഈ ഒരു ഇൻസിഡൻറ്റിൽ ജിനു മാം ഉണ്ട് എന്നുള്ളൊരു കാര്യം പലർക്കും അറിയില്ല. അപ്പം എൻ്റെ ഒരു സ്വന്തം റിയൽ ലൈഫ് സ്റ്റോറിയാണ് ഞാൻ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതായത് ഏകദേശം 8 വർഷങ്ങൾക്ക് മുമ്പാണ് ആദ്യമായി ഞാൻ എൻ്റെ പ്രവാസ ജീവിതം ആരംഭിക്കുന്നത്. അന്ന് യമനിലെ ഏദൻ എന്ന് പറയുന്നൊരു സ്ഥലത്താണ് എനിക്ക് ചെറിയൊരു ശമ്പളത്തിൽ ഒരു ജോലി തരപ്പെട്ടത്. അപ്പം ഞാൻ എൻ്റെ വീട്ടുകാരോടും നാട്ടുകാരോടും അതുപോലെ ബന്ധുക്കളോടും സുഹൃത്തുക്കളോടൊക്കെ യാത്ര പറഞ്ഞ് വളരെ സന്തോഷത്തോടുകൂടി യമനിലേക്ക് യാത്ര പുറപ്പെട്ടു. എല്ലാ പ്രവാസികളെ പോലും ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ യമനിലെത്തി. യമൻ എന്ന് പറയുന്നൊരു രാജ്യം ഒരു പ്രത്യേക രീതിയിലുള്ളൊരു രാജ്യമാണ്. അതവിടെ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കൂടുതൽ ആൾക്കാരും നിരക്ഷരരാണ്. കുട്ടികൾ പോലും സ്കൂളിൽ പോകാൻ മടി കാണിക്കുന്നൊരു രാജ്യമായിരുന്നു അത്. അതുപോലെ തന്നെ മാതാപിതാക്കളാണെങ്കിലും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഒട്ടും ഇമ്പോർട്ടൻസ് കൊടുക്കാത്തൊരു രാജ്യമാണത്. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തു. ആദ്യത്തെ ദിവസം ഞാൻ ഡ്യൂട്ടിക്ക് കയറി. അപ്പോഴാണ് ഞാൻ മറ്റൊരു കാര്യം മനസ്സിലാക്കിയത്. അവിടെ നിലവിൽ ഈ ഒരു മെഡിക്കൽ പ്രൊഫഷണൽസിൽ ഇരിക്കുന്നവർ അല്ലെങ്കിൽ നഴ്സിംഗ് കെയർ രോഗികൾക്ക് കൊടുക്കുന്നവരിൽ പലരും തന്നെ നഴ്സിംഗ് പഠിക്കാത്തവരോ അല്ലെങ്കിൽ ഒരു രജിസ്റ്റേർഡ് നേഴ്സ് ആകാത്ത വ്യക്തികളാണ്. എന്താണ് നഴ്സിംഗ് എന്ന് പോലും ബേസിക് ആയിട്ട് അറിയാത്ത കുറേ ആളുകളാണ് അവിടെയുള്ള രോഗികളെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നത് എന്നൊരു സത്യം ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ അവിടെ ഇന്ത്യൻ നേഴ്സുമാർക്ക് ഭയങ്കര ഒരു വില അവർ തരുമായിരുന്നു. അവർക്ക് ഭയങ്കര ബഹുമാനമായിരുന്നു ഇന്ത്യൻ നേഴ്സുമാരോട്. അപ്പം അങ്ങനെ ഞാൻ എൻ്റെ ജോലിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് യമനിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത്. അൽഹൂത്തി വിഭാഗത്തിൽപ്പെട്ട കുറേ ആളുകളായിരുന്നു ഈ യുദ്ധത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്നത്. വളരെ പെട്ടെന്ന് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ യമൻ വലിയൊരു യുദ്ധക്കളമായി മാറി. എല്ലാവിടെയും ഗൺഷൂട്ട്, ബോംബ് ബ്ലാസ്റ്റ്, മിസൈൽ ആക്രമണം, അങ്ങനെ വല്ലാത്തൊരവസ്ഥയിലോട്ട് യമൻ പെട്ടെന്ന് തന്നെ നീങ്ങിക്കൊണ്ടിരുന്നു. ഞാനും വല്ലാതെ പേടിച്ചു പോയി. കാരണം ഇവിടം കൊണ്ട് എൻ്റെ ജീവിതം തീരുവാണോ ദൈവമേ, ഇനി എനിക്ക് ഒരിക്കലും നാട് കാണാൻ പറ്റില്ലേ, അങ്ങനെ 100 ചിന്തകൾ എൻ്റെ മനസ്സിലും ഉണ്ടായിരുന്നു. എന്നും രാത്രി നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് കിടക്കുന്ന സമയത്ത് ഉറങ്ങാൻ കിടക്കുമ്പോൾ പോലും വളരെ പേടിയാണ്. കാരണം എപ്പോഴാണ് നമുക്ക് നേരൊരു ആക്രമണം ഉണ്ടാകുന്നതെന്ന് പേടിച്ചാണ് ഓരോ ദിവസവും ഓരോ രാത്രിയും ഞങ്ങൾ കഴിച്ചു കൂട്ടിക്കൊണ്ടിരുന്നത്. ഈ ഒരു സമയത്ത് നമ്മൾ ഇന്ത്യൻ എംബസിയെ കോൺടാക്ട് ചെയ്തുകൊണ്ടിരുന്നു. ഞങ്ങൾ എങ്ങനെയും ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞ്. ആ ഒരു അവസരത്തിൽ ഞങ്ങൾ ഡയറക്റ്റ് ഞാൻ തന്നെയാണ് ആ സമയത്ത് വിദേശകാര്യമന്ത്രിയായിരുന്ന സുഷമ സ്വരാജിനെ മാഡത്തിനെ വിളിച്ച് നേരിട്ട് സംസാരിക്കാൻ എനിക്കൊരു അവസരം കിട്ടി. ഞാൻ നേരിട്ട് മാഡത്തോട് സംസാരിച്ചു. ഞങ്ങൾ ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം എന്നൊക്കെ സംസാരിച്ചു. അപ്പോൾ പറഞ്ഞു, നിങ്ങളെ സേവ് ചെയ്യാനായിട്ട് നമ്മുടെ ഇന്ത്യയിൽ നിന്നൊരു ടീം പുറപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾ പേടിക്കേണ്ട എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോയി. ഒരു ദിവസം ഞാൻ ഒരു മോർണിംഗ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ഹോസ്റ്റലിൽ ചായയൊക്കെ കുടിച്ച് ഏകദേശം 5 മണി സമയത്ത് ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ റെസ്റ്റ് എടുക്കുമ്പോൾ പെട്ടെന്ന് ഹോസ്റ്റലിൽ ഒരു മിസൈൽ അറ്റാക്ക് ഉണ്ടായി. ആ അറ്റാക്കിൽ ഞങ്ങളുടെ ഹോസ്റ്റലിൽ കുറച്ച് ഭാഗം തകർന്നൊക്കെ പോയായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും വളരെയധികം പെട്ടെന്ന് പാനിക്കായി, എല്ലാവരും പേടിച്ചു പോയി. ഒരുമിച്ച് ഒരു ഹോളിൽ ഒത്തുകൂടി എന്താണ് സംഭവിക്കുന്നത്, ദൈവമേ നമ്മുടെ നേരിലോട്ടും ആക്രമണം വന്നു തുടങ്ങിയല്ലോ, അങ്ങനെ പല ടെൻഷനായിരുന്നു ഞങ്ങൾക്ക്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഹോസ്പിറ്റലിലോട്ട് വിളിച്ച് കാര്യം പറഞ്ഞു. അങ്ങനെ കാര്യം പറഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് സെക്യൂരിറ്റി വിത്ത് ഗണ്ണോട് കൂടി സെക്യൂരിറ്റി ഞങ്ങളുടെ ഹോസ്റ്റലിലേക്ക് വരികയും ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം എടുത്തിട്ട് വരാനായിട്ട് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഹോസ്റ്റലിൽ വന്ന് ഞാൻ ഹോസ്റ്റലിൽ നിന്ന് എനിക്ക് ആവശ്യമുള്ള 1-2 ഡ്രസ്സും കൂടെ ഞാൻ എടുത്ത് എൻ്റെ സർട്ടിഫിക്കറ്റ്സും ഒക്കെ എടുത്തു.
അപ്പോഴാണ് ഞാൻ കട്ടിലിൻ്റെ അടിയിലുള്ള എൻ്റെ ഒരു പെട്ടി ഞാൻ നോക്കിയത്. കാരണം എൻ്റെ വീട്ടിലേക്ക് ഞാൻ ലീവിന് പോകുമ്പോൾ കൊണ്ടുപോകാനായിട്ട് വാങ്ങി വെച്ചിരുന്ന ഒരുപാട് സാധനങ്ങൾ ആ ഒരു പെട്ടിയിലുണ്ടായിരുന്നു. എൻ്റെ ഒരുപാട് നാളത്തെ അധ്വാനം, എൻ്റെ സമ്പാദ്യമൊക്കെയാണ് പല പല സാധനങ്ങളായിട്ട് ആ പെട്ടിയിലുണ്ടായിരുന്നത്. എല്ലാ പ്രവാസികളെ പോലെ നാട്ടിൽ പോകുമ്പം ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കൊക്കെ ഒരുപാട് സമ്മാനങ്ങൾ കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ ആദ്യത്തെ ഒരു പ്രവാസ ജീവിതം കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ നാട്ടിൽ ചെല്ലുമ്പം എല്ലാവരെ പോലെ ഒരു ഗൾഫുകാരിയായി ചെന്ന് എല്ലാവർക്കും സമ്മാനങ്ങളൊക്കെ കൊടുക്കണമെന്ന് എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ തുച്ഛമായ സാലറിയിൽ നിന്ന് ഞാൻ വാങ്ങി വെച്ച ഓരോ സാധനങ്ങളായിരുന്നു ആ പെട്ടിക്കകത്ത് ഉണ്ടായിരുന്നത്. ഇതിൽ നിന്ന് എന്താണ് ഞാൻ എടുക്കേണ്ടത്, എന്താണ് ഞാൻ ഉപേക്ഷിക്കേണ്ടത്, പിന്നെ സ്വന്തം ജീവനേക്കാൾ വലുതല്ല മറ്റ് ഒന്നും എന്നുള്ള തിരിച്ചറിവ് എനിക്കുള്ളത് കൊണ്ട് തന്നെ ആ പെട്ടി അതുപോലെ കട്ടിൻ്റെ അടിയിലേക്ക് തിരിച്ചു വെച്ച് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റായി. ഈ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഒരു ഗവൺമെൻറ് ആശുപത്രിയാണ്. ഒരു ഗവൺമെൻറ് ആശുപത്രി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. പ്രത്യേകിച്ച് യമൻ പോലുള്ളൊരു സ്ഥലത്തെയൊക്കെ ഒരു ഗവൺമെൻറ് ആശുപത്രി എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു ആ ഹോസ്പിറ്റൽ. അങ്ങനെ നിങ്ങൾക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പാസ്പോർട്ടും മാറാനുള്ള 1-2 ജോഡി ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയി. ആ 2 ദിവസം ഞങ്ങൾ ഹോസ്പിറ്റലിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൊരു ഗവൺമെൻറ് ഹോസ്പിറ്റൽ, എസ്പെഷ്യലി യമൻ പോലുള്ള ഒരു രാജ്യത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ എന്ന് പറയുമ്പം അത്രയും ഒരു ദയനീയ അവസ്ഥ തന്നെയായിരുന്നു ആ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നത്. വേറൊരു നിവൃത്തി ഞങ്ങൾക്കില്ലായിരുന്നു. ആ 2 ദിവസം ഞങ്ങൾ അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങളെല്ലാവരും അവിടെ കഴിഞ്ഞുകൂടി. അങ്ങനെ അപ്പോൾ ആ 2ാമത്തെ ദിവസമായപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടി നമ്മളെ സേവ് ചെയ്യാനായിട്ട്, നമ്മളെ രക്ഷപ്പെടുത്താനായിട്ട് ഇന്ത്യയിൽ നിന്നും INS സുമിത്ര എന്ന് പറയുന്ന ഒരു ഷിപ്പ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ഹോസ്പിറ്റൽ അധികാരികളുമായി സംസാരിച്ച് അവർ ഞങ്ങൾക്കൊരു ബസ് വിട്ടു തന്നു. ആ ബസ്സിൽ ഞങ്ങൾ ഏദൻ്റെ തുറമുഖത്തേക്ക് യാത്ര തിരിച്ചു. ആ യാത്ര എന്ന് പറയുന്നത് വളരെ ചലഞ്ചിങ് ആയിരുന്നു. കാരണം ഞാൻ പോയിക്കൊണ്ടിരുന്ന വഴിയിൽ ഗൺഷൂട്ടും ബോംബ് ബ്ലാസ്റ്റും ഭയങ്കര ആക്രമണങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലൂടെ ഒരു വിധത്തിലാണ് ഞങ്ങൾ സീപോർട്ടിൽ എത്തിയത്. അവിടെ എത്തിയപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞ മറ്റൊരു കാഴ്ച എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾ അവിടെ തടിച്ചുകൂടി നിൽക്കുകയാണ്. ഈ ഷിപ്പ് വരും എന്നുള്ള ന്യൂസ് കിട്ടി. അവിടെ ഉണ്ടായിരുന്ന ഇന്ത്യക്കാരെല്ലാവരും തന്നെ ആ ഒരു തുറമുഖത്ത് തടിച്ചു കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവർക്കും ടെൻഷനായി. ഒരുപാട് ആൾക്കാരുണ്ട്, ഒരു ഷിപ്പാണ് വരുന്നുള്ളൂ. അപ്പോഴത്തേക്കിനും ആളുകളുടെ ഇടയിൽ ഇങ്ങനെ റൂമർ പരന്നു തുടങ്ങി. ഇത്ര ആൾക്കാരെയും അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്ഥലം ഈ ഷിപ്പിലില്ല, പകുതി പേരെ കൊണ്ടുപോകും, പകുതി പേരെ പിന്നെ കൊണ്ടുപോകുള്ളൂ എന്നും പറഞ്ഞൊരു റൂമർ ഇങ്ങനെ പരന്നു. ഇത് കേട്ടതോടുകൂടി എല്ലാവർക്കും ടെൻഷനായി. കാരണം എല്ലാവർക്കും സ്വന്തം ജീവൻ തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പം ഇങ്ങനെ എല്ലാവരുടെ ഇടയിൽ ഇങ്ങനെ ഒരു ഡിസ്കഷനൊക്കെ വന്നു. കുറച്ച് പേരെ കൊണ്ടുപോകും, കുറച്ച് പേരെ കൊണ്ടുപോകില്ല എന്ന്. അപ്പം ഒബിയസ്ലി ഞാനും ടെൻഷൻ അടിച്ച് ദൈവമേ എനിക്ക് ഈ ഒരു ബാച്ചിൽ കയറി പോകാൻ പറ്റില്ലേ എന്ന് വരെ ടെൻഷനായിരുന്നു. അങ്ങനെ കുറച്ച് നേരം കാത്തു നിന്നപ്പോഴത്തേക്കും ദൂരെ നിന്നും ഒരു കപ്പൽ വരുന്നതായിട്ട് കണ്ടു. അപ്പം ദൂരെ നിന്ന് കപ്പൽ വന്നപ്പോഴത്തേക്കിനും എല്ലാവർക്കും ഒരു ചെറിയ പേടിയും മനസ്സിലുണ്ടായിരുന്നു. കാരണം ഹെലികോപ്റ്റർ വഴി ആക്രമണം നടക്കുന്നുണ്ടായിരുന്നു, അതുപോലെ കരയിലല്ലാതെ ആക്രമണം നടക്കുന്നുണ്ടായിരുന്നു. അപ്പം ഈ ഒരു ഷിപ്പ് വരുന്നതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും പേടിച്ചു. ഇനിയിപ്പം ഈ അൽഹോത്തി വിഭാഗത്തിൽപ്പെട്ടവർ ഷിപ്പിൽ ആക്രമിക്കാൻ വരുന്നതാണോ എന്ന്. നമ്മുടെ ആ ഒരു സിറ്റുവേഷൻ അങ്ങനെ ആയിരുന്നു. യമനിൽ നിൽക്കുന്ന ഓരോ നിമിഷവും ജീവൻ ആപത്താണ് എന്നുള്ളൊരു തിരിച്ചറിവാണ് എന്ത് കണ്ടാലും നമ്മൾ ആ ഒരു ഭീതിയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ദൂരെ നിന്നും ഷിപ്പ് വരുന്നത് കണ്ടു. അപ്പം എല്ലാവരും പേടിച്ചു ആക്രമികളാണോ എന്ന്. പക്ഷേ ഷിപ്പ് അടുത്തേക്ക് വരുംതോറും ഈ ഒരു കടലിൻ്റെ കാറ്റിൽപ്പെട്ട് നമ്മുടെ ഇന്ത്യൻ പതാക പറക്കുന്നത് വളരെ വ്യക്തമായി കാണാമായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഇന്ത്യൻ പതാകയുടെ വില എന്തെന്ന് ഞാൻ മനസ്സിലാക്കിയൊരു നിമിഷമായിരുന്നു അത്. ഇന്ത്യൻ പതാക കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം അപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മളെ ആക്രമിക്കാനുള്ളവരല്ല, നമ്മളെ സംരക്ഷിക്കാനുള്ളവരാണ് നമ്മുടെ അടുത്ത് വരുന്നത് എന്ന്. അന്നത്തെ ഒരു ദിവസമാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇന്ത്യൻ പതാകയുടെ വില എനിക്ക് മനസ്സിലാക്കി തന്ന ദിവസം. കണ്ണും മനസ്സും ഒരുപോലെ നിറഞ്ഞുപോയി. അങ്ങനെ ഷിപ്പ് നമ്മുടെ അടുത്തേക്ക് വന്നു. അവർ മൈക്കിൽ കൂടെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ആരും പേടിക്കണ്ട, ഞങ്ങൾ നിങ്ങളെ രക്ഷിക്കാൻ വന്നതാണ് എന്ന് ബ്ലാക്ക് കാറ്റ്സ് മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞു. അങ്ങനെ അതിനുശേഷം അവർ താഴോട്ടിറങ്ങി നമ്മുടെ ഓരോരുത്തരുടെയും പാസ്പോർട്ട് വാങ്ങി ചെക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. കാരണം ഈ ഒരു ഷിപ്പിൽ ഇന്ത്യക്കാരെ മാത്രമാണ് അനുവദിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ നാഷണാലിറ്റിയിൽ പെട്ടവരാണോ എന്നറിയാനായിട്ട് എല്ലാവരുടെയും പാസ്പോർട്ട് വാങ്ങിച്ച് ചെക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. ചെക്ക്
ചെക്കിങ് കഴിഞ്ഞവർ മുകളിലേക്ക് കയറാനായിട്ട് തുടങ്ങി. അപ്പോൾ അവിടെ ആകെ ഒരു ഉന്തും തള്ളും ബഹളവുമായിരുന്നു. കാരണം ആദ്യത്തെ ബാച്ച് കയറി പോകണം എന്നുള്ള ഒരു മനോഭാവത്തിലായിരുന്നു എല്ലാവരും. പക്ഷെ അവർ പറഞ്ഞു നിങ്ങൾ പേടിക്കേണ്ട, എല്ലാവരും കൊണ്ടുപോവാം എന്ന് പറഞ്ഞെങ്കിൽ പോലും ഈ ഒരു ടെൻഷൻ മനസ്സിൽ എല്ലാവർക്കും കിടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ പാസ്പോർട്ടിൻ്റെ ചെക്കിങ് കഴിഞ്ഞു. അപ്പം കപ്പലിൻ്റെ മുകളിൽ നിന്നും താഴേക്ക് തൂക്കിയിട്ടിരിക്കുന്ന ഒരു കയറിൻ്റെ ഗോവണി ഉണ്ടായിരുന്നു. അതിൽ പിടിച്ച് ഞാൻ മുകളിലേക്ക് എത്തി. അങ്ങനെ ഞാൻ അതിൻ്റെ മുകളിലെത്തി. അപ്പം എന്നെ കൈ പിടിച്ച് ആ ഒരു ഷിപ്പിൻ്റെ മുകളിലേക്ക് കയറ്റി. എനിക്ക് തോന്നിയത് ആ കൈ പിടിച്ച് കയറ്റിയ ഒരാൾ എൻ്റെ ഒരു രണ്ടാം ജന്മത്തിലേക്കാണ് എന്നെ കൈ പിടിച്ച് കയറ്റിയൊരു ഫീലായിരുന്നു എനിക്കുണ്ടായത്. തീർച്ചയായിട്ടും മരണത്തിൽ നിന്നും ജീവിതത്തിലേക്ക് കയറിയ ഒരു ഫീലാണ് താഴെ നിന്നും മുകളിൽ ആ ഒരു ഷിപ്പിലേക്ക് കയറിയപ്പോൾ എനിക്കുണ്ടായിരുന്നത്. അങ്ങനെ ഷിപ്പിൽ കയറി എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. കാരണം ജീവൻ രക്ഷപ്പെട്ടല്ലോ, ജീവിക്കാൻ പറ്റുമല്ലോ എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയായിരുന്നു മുമ്പിൽ. പെട്ടെന്ന് ബാക്കിയുള്ള ആൾക്കാരെയും കയറ്റി ഷിപ്പ് പതുക്കെ കരയിൽ നിന്ന് വിട്ടു. പിറ്റേ ദിവസം ഞങ്ങൾ നേരെ വെളുക്കുമ്പോഴത്തേക്കും ജിബൂട്ടി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ലാൻഡ് ചെയ്തിരുന്നത്. അവിടെ ലാൻഡ് ചെയ്ത് അവിടെ ഇറങ്ങിയതിന് ശേഷം കുറച്ച് സമയം അവിടെ വിശ്രമിക്കുകയും തുടർന്ന് ഇന്ത്യയുടെ യുദ്ധവിമാനം ജിബൂട്ടിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഇന്ത്യയുടെ യുദ്ധവിമാനത്തിലാണ് ഞങ്ങളെയും കൊണ്ട് ഈ വിമാനം കൊച്ചിൻ എയർപോർട്ടിലേക്ക് വന്നത്. അങ്ങനെ കൊച്ചിൻ എയർപോർട്ടിൽ വളരെ സേഫായിട്ട് ഞങ്ങൾ ലാൻഡായി. വളരെ പ്രതീക്ഷയോടുകൂടി പ്രാർത്ഥനയോടുകൂടി എൻ്റെ കുടുംബക്കാരും എൻ്റെ മറ്റു ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ഒരു പോറൽ പോലും ഏൽക്കാതെ ഞാൻ കൊച്ചിൻ എയർപോർട്ടിൽ വന്നിറങ്ങി. അങ്ങനെ വന്നിറങ്ങിയതിന് ശേഷം പിന്നെയാണ് കുറച്ച് കാര്യങ്ങൾ ഞാൻ അറിഞ്ഞത്. ഞങ്ങളുടെ MLA പള്ളിയിലെ ഇടവക വികാരിയായിരുന്ന ടോം അച്ഛനെ ബന്ദികൾ തടഞ്ഞു വെച്ചു എന്നുള്ളൊരു കാര്യം പിന്നെയാണ് ഞാൻ അറിഞ്ഞത്. അതിനുശേഷം ഞങ്ങൾ സ്ഥിരം പ്രാർത്ഥിക്കാൻ പോകുന്ന മദർ തെരേസ കോൺഗ്രസിൽപ്പെട്ട സിസ്റ്റർമാരുടെ മഠം ആക്രമിക്കുകയും അവിടെയുള്ള ഒരുപാട് കുട്ടികളെയും സിസ്റ്റേഴ്സിനെയും കൊല്ലുകയും ചെയ്തു. പക്ഷേ കേരളത്തിൽ നിന്നുള്ള സിസ്റ്റർ സാലി മാത്രം രക്ഷപ്പെട്ടു എന്നെനിക്ക് അറിയാനായിട്ട് കഴിഞ്ഞു. ടോമച്ചനെ കുറേ വർഷം, ഏകദേശം എനിക്ക് തോന്നുന്നു കുറേ നാളുകൾ അവിടെ ബന്ദിയാക്കി വെച്ചതിന് ശേഷം പിന്നീടാണ് അവർ മോചിപ്പിച്ചിട്ടുണ്ടായത്. ഇതൊക്കെ നമ്മൾ ന്യൂസിൽ കൂടെയാണ് അറിഞ്ഞുകൊണ്ടിരുന്നുണ്ടായിരുന്നത്. അപ്പം എൻ്റെ ജീവിതത്തിലുടനീളം ദൈവത്തിൻ്റെ കരുതലും സ്നേഹവും എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയ എൻ്റെ ജീവിതാനുഭവങ്ങളിൽ ഒന്ന് മാത്രമാണ് ഇത്. അപ്പം ഇതുപോലുള്ള പല അനുഭവങ്ങളും നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ചില അനുഭവങ്ങൾ നമുക്ക് സമൂഹത്തിൻ്റെ മുമ്പിൽ തുറന്നു പറയാനായിട്ട് കഴിയും, ചിലത് നമുക്ക് പറയാൻ കഴിയാത്തതുമുണ്ട്. അപ്പം ഇങ്ങനെ ഓരോരുത്തരും ജീവിതത്തിൽ ഒരു വ്യത്യസ്തമായ സിറ്റുവേഷനിൽ കൂടെയും ബുദ്ധിമുട്ടുകളിൽ കൂടെയും പരീക്ഷണങ്ങളിലൂടെയും കടന്നു പോകുന്നവർ തന്നെയാണ്. ആരും എപ്പോഴും വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്നില്ല. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന ദുരനുഭവങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തലുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളെ നമ്മൾ വളരെ ധൈര്യത്തോട് തന്നെ നേരിടണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ദൈവത്തിൻ്റെ ഒരു കരുതലും സംരക്ഷണവും എന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. അപ്പം നമ്മൾ ഇന്ന് ഈ OET പഠിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചിട്ടുള്ളവരാണ്. ഇതിനകത്ത് പല സ്റ്റുഡൻസും പറയാറുള്ള ഒരു കാര്യമാണ്, എനിക്ക് എൻ്റെ ജീവിതം തന്നെ മടുത്തു, ഇനി എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഡിപ്രഷനിലോട്ട് പോകുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിന്നെക്കുറിച്ച് ദൈവത്തിന് വ്യക്തമായിട്ടുള്ള ഒരു പദ്ധതിയുണ്ട്. അത് അതിൻ്റെ സമയമാകുമ്പോൾ ദൈവം നടപ്പാക്കുക തന്നെ ചെയ്യും. അപ്പം അതുവരെ ഇതിന് പുറകിൽ പരിശ്രമിക്കാനും ഇതിനു വേണ്ടി കൂടുതൽ സമയം കണ്ടെത്തി പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. എന്തൊരു ദുരനുഭവം കൊണ്ടോ അല്ലെങ്കിൽ ഒരു പരീക്ഷണം കൊണ്ടോ ജീവിതം അവിടെ തീരുന്നില്ല. ഓരോ അനുഭവങ്ങളെയും ഓരോ പ്രതിസന്ധികളെയും തരണം ചെയ്ത് നമ്മൾ ജീവിതത്തിൽ മുന്നോട്ട് വരിക തന്നെ ചെയ്യും, മുന്നോട്ട് വരണം. അതാണ് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്. സോ ഓൾ ദ വെരി ബെസ്റ്റ്.